ഹായ് ഹലോ. മലയാളികളുടെ കദംബം, അതെ, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കദംബം അല്ലെങ്കിൽ രജനീഗന്ധ, അതും അല്ലെങ്കിൽ ട്യൂബ് റോസ് എന്നറിയപ്പെടുന്ന ഈ ചെടി എങ്ങനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് ചെടികളെ ഇഷ്ടപ്പെടുന്ന, പൂക്കളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പൂക്കളിൽ നിന്നും അല്ലെങ്കിൽ ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് ഈ രജനീഗന്ധയുടെ കൃഷി, അതല്ലെങ്കിൽ കദംബത്തിൻ്റെ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു വരുമാന മാർഗമാക്കാൻ നിശ്ചയിച്ചിറങ്ങുമ്പോൾ ഇതിന് എന്താണ് പ്രത്യേകത, ഇതിന് ഡിമാൻഡ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രഷ് ഫ്ലവേഴ്സ് ശരിക്കും പറഞ്ഞാൽ ലോക്കൽ മാർക്കറ്റ്സിലും ടെമ്പിളിലൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഫ്രഷ് ഫ്ലവേഴ്സ്. നിങ്ങൾക്കറിയാം, അമ്പലത്തിലൊക്കെ കല്യാണമാലകളൊക്കെ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്, കദംബം. അത്രയേറെ സുഗന്ധമുള്ള പൂക്കളാണ്. രാത്രിയിൽ അധികം സുഗന്ധം വരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് രജനീഗന്ധ എന്ന പേരുകൂടി വന്നത്. അപ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് ഫ്രഷ് ഫ്ലവറായിട്ട് അമ്പലങ്ങളിലും ലോക്കൽ മാർക്കറ്റ്സിലും ഒക്കെ വിറ്റ് പോകുന്നൊരു പ്രോഡക്റ്റാണ്. അത് മാത്രമല്ല, രണ്ടാമത്തേതെന്ന് വെച്ചാൽ വെഡ്ഡിങ് ഡെക്കോറിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ, ഈവൻറ്റ് പ്ലാനേഴ്സുമായിട്ടൊരു ഡയറക്റ്റ് ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പൂക്കൃഷിക്ക് അനുയോജ്യമായിരിക്കും കേട്ടോ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിനനുസരിച്ച് വെഡ്ഡിങ് പ്ലാനേഴ്സുമായിട്ടൊക്കെ ഒരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അവരിങ്ങനെ എടുത്തുകൊണ്ടേ തന്നെ ഇരിക്കും. മൂന്നാമത്തത് ഓയിൽ എക്സ്ട്രാക്ഷനാണ്. പെർഫ്യൂം ഉണ്ടാക്കാനും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലേക്കുമൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ബൾബ് സെയിലാണ്. ശരിക്കും ഇതിൻ്റെ ഒരു കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരുപാട് ബൾബുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ ബൾബുകളെല്ലാം സെയിൽ ചെയ്യുക, നഴ്സറിയിലൂടെയോ ഓൺലൈനായിട്ടോ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രത്യേകതകളും ഇത്രയും എന്താ പറയുക, വരുമാന മാർഗങ്ങൾ തരുന്ന ഒരു പൂവാണ് അല്ലെങ്കിൽ ഒരു ചെടിയാണ് ഈ രജനീഗന്ധ അല്ലെങ്കിൽ ട്യൂബ് റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രജനീഗന്ധ എന്ന് പറഞ്ഞത് മണവും സൗന്ദര്യവും മാത്രമല്ല കേട്ടോ, നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. നമ്മൾ നോക്കി നടത്തിയാൽ വലിയൊരു വരുമാന മാർഗ്ഗമാണ്. നമുക്ക് വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നടത്താൻ പറ്റുന്നതാണ്. ചെറിയ സ്ഥലങ്ങളിലും ഇത് നല്ല ഡിമാൻഡിൽ നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കുകയും നന്നായിട്ട് ബിസിനസ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഈ ബിസിനസ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ കദംബത്തിന് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കൃഷി ചെയ്യാനൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇതിൽ സിംഗിൾ പെറ്റൽ വെറൈറ്റീസ് ഉണ്ട്, ഡബിൾ പെറ്റൽ വെറൈറ്റീസ് ഉണ്ട്. സിംഗിൾ പെറ്റലിൽ കൽക്കട്ട സിംഗിൾ, ഹൈദരാബാദ് സിംഗിൾ എന്നിങ്ങനെ 2 ഇനങ്ങളുണ്ട്. ഇത് കൂടുതലും മാലകൾക്കും ഓയിൽ എക്സ്ട്രാക്ഷനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡബിൾ പെറ്റൽ വെറൈറ്റീസിൽ സുവൈസിനി എന്നൊരു വെറൈറ്റി ഉണ്ട്, പേൾ ഡബിൾ എന്നൊരു വെറൈറ്റി ഉണ്ട്. ഇത് അലങ്കാരത്തിനും കട്ട് ഫ്ലവർ മാർക്കറ്റിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സായിട്ട് ഇത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള വെറൈറ്റി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഹൈ ഈൽഡ് വരുന്ന ഹൈബ്രിഡ് വെറൈറ്റീസ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ശൃംഗാർ എന്നൊരു വെറൈറ്റി ഉണ്ട്. അത് കർഷകർക്ക് ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മളൊരു കൃഷിയായി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്ഥലവും മണ്ണും തയ്യാറാക്കലാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജലം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ ഇത് വെച്ച് പിടിപ്പിക്കരുത് എന്നുള്ളതാണ്. നല്ല പെട്ടെന്ന് ജലം വാർന്നു പോകുന്ന മണലോ ചെളിയോ അങ്ങനെയുള്ള എന്ത് മിശ്രിതത്തിലായിരുന്നാലും ഇത് ബെറ്ററായിട്ട് വളരും. മഴവെള്ളമോ മറ്റ് വെള്ളങ്ങളോ കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ തുടങ്ങരുത്. അതിൻ്റെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വേര്, ഇതിൻ്റെ ആ ബൾബ് അഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതിന് വെള്ളം കൊടുക്കുന്നത് തന്നെ 3-4 ദിവസത്തിൽ ഒരിക്കൽ വെള്ളം കൊടുത്താൽ മതിയാവും. അങ്ങനെ വളർത്തേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊരിക്കലും നടാൻ ശ്രമിക്കരുത്. നമ്മൾ നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ 3-3.5 മാസത്തിന് ശേഷം തന്നെ പൂക്കൾ കിട്ടി തുടങ്ങും. ഏതാണ്ട് 3-4 മാസത്തോളം ഇതിൻ്റെ ഫ്ലവറിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കട്ട് ഫ്ലവർ മാർക്കറ്റിലേക്ക് പോകുന്നുവെങ്കിൽ രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം. പിന്നെ അങ്ങനെ പല രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ രജനീഗന്ധ മണവും സൗന്ദര്യവും മാത്രമല്ല കേട്ടോ, നല്ലൊരു വരുമാന മാർഗം കൂടിയിട്ടാണ്. വീട്ടിലും ചെറിയ ഭൂമിയിലും ഒക്കെ തുടങ്ങാൻ പറ്റുന്ന, എല്ലായ്പ്പോഴും ഡിമാൻഡിൽ നിൽക്കുന്ന ഈ ഒരു ബിസിനസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം, എങ്ങനെ വിൽപ്പന ചെയ്യാം, എങ്ങനെ നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രോ വിത്ത് ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഓരോ ക്ലാസ്സുകളും കാണാം. നമുക്കൊരു കമ്മ്യൂണിറ്റി കൂടി ഉണ്ട് കേട്ടോ, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലും ഇത്തരം വരുമാന സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കൃഷി ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നുണ്ടാക്കുന്ന ഓയിലുകളോ
അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൾബുകളും ഒക്കെ നമുക്ക് നല്ല വിലയ്ക്ക് വിൽപ്പന ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള സൈറ്റുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇത് വിൽപ്പന ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആമസോണിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു 0 പൈസയ്ക്ക് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ, അതായത് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇത് നിങ്ങൾ കൃഷി ചെയ്യുകയാണ്, ഇത് പൂക്കളൊക്കെ വിറ്റതിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓയിലൊക്കെ ശരിയാക്കി വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൾബുകൾ കൃഷി ചെയ്തതിന് ശേഷം വരുന്ന ബൾബുകൾ നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് വിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നല്ല വിലയ്ക്ക് തന്നെ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ലിസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേക ക്യാഷും കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആമസോണിലൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് ആമസോണിലൊരു സെല്ലർ അക്കൗണ്ട് എടുക്കണം. ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മളൊരു സെല്ലർ അക്കൗണ്ട് എടുക്കണമെന്ന് മാത്രം. അപ്പോൾ അത് സെല്ലർ അക്കൗണ്ട് എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ആമസോണിലൊരു സെല്ലർ ആവുക എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് നമ്മുടെ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിലെങ്ങനെ പോസ്റ്റ് ഇടാനും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ആ ചാനലിലേക്ക് പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും എല്ലാം കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒത്തിരി വെറൈറ്റി ബിസിനസ് ഐഡിയാസ് ഉണ്ട് കേട്ടോ. ശരിക്കും ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ, ചെടികളിൽ നിന്നൊരു വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ പാഴ്വസ്തുക്കളായി കളയുന്ന പല വസ്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ വേണ്ട അത്രയും ഡിമാൻഡില്ല എന്ന് കളയുന്ന പല ചെടികളിൽ നിന്നും നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ചാനൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വരുമാനം വേണം, ചെടികൾ ഇഷ്ടമാണ്, ചെടികളിൽ നിന്ന് വരുമാനം വേണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആവണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കദമ്പൻ ചെടിയുടെ ഡിമാൻഡുകളും കദമ്പൻ ചെടിയുടെ ബിസിനസ് ഐഡിയയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സീരിയസ് ആയിട്ടൊരു ബിസിനസ്സിനെ ബിസിനസ് ആക്കണം എന്ന് വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, തീർച്ചയായിട്ടും അതിന് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ടാറ്റാ.